ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ 7ാമത്തെ ചാപ്റ്ററാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്താന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സുകൾ പറഞ്ഞു, അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ടൂൾസും ടെക്നിക്കുകളെല്ലാം പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ ടോപ്പിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ലാർജ് വോളിയം ഓഫ് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നുണ്ട്, ലാർജ് യൂണിറ്റ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? അതിന് ചില മീനിങ്സ് അസൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിന് ഇൻഫറൻസസ് ഡ്രോൺ ചെയ്യും, കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരും. സോ ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ റിവ്യൂ ചെയ്ത് അതിൽ കുറച്ച് മീനിങ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഫറൻസസ് ഡ്രോൺ ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോണത് ഇത്തരത്തില് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. അതിൽ ഫസ്റ്റ് വൺ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ബേസിസ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഫണ്ടമെന്റൽ ബേസിസ് ആണ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ റിലേഷൻഷിപ്പ് ആവാം, റെസിപ്രോക്കൽ ആവാം, അസിമെട്രിക്കൽ ആവാം. സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന നമ്മുടെ റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വാരിയബിൾസിനും അല്ലെങ്കിൽ അതിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഒബ്ജക്ട്സിനും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഈക്വൽ സ്റ്റാറ്റസ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ അതൊരു സിമെട്രിക്കൽ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ വാരിയബിൾസിന്റെ ഇടയിൽ സിമെട്രിക്കൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ദർ ഈസ് ആൻ അൺഈക്വൽ സ്റ്റാറ്റസ്. ദെൻ റെസിപ്രോക്കൽ ആണെന്നുണ്ടെങ്കിൽ സെയിം വേവ് ആയിരിക്കാം, അതായത് രണ്ടിനും ഒരേ രീതിയിൽ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ മ്യൂച്വലി ഒരേ രീതിയിൽ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. സോ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ടെക്നിക്കാണ് റിലേഷൻഷിപ്പ് പഠിക്കുക. ആ ഒരു റിസർച്ചുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒബ്ജക്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ വാരിയബിൾസിന്റെ ഇടയിൽ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പ്രൊപ്പോർഷൻ. പ്രൊപ്പോർഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സബ്ജക്ട് ഓഫ് സ്റ്റഡിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് ഓഫ് സ്റ്റഡിയിൽ അതിന്റെ നാച്ചർ ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഫോം ഓഫ് സ്റ്റഡി അതിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യാനാണ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ രണ്ട് വാരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് അത് അല്ലെങ്കിൽ ടു ഓർ മോർ സീരീസ് ഓഫ് ഡാറ്റ അതിനെ കമ്പയർ ചെയ്യാൻ പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നു. ദെൻ ആവറേജ് എന്ന് പറയുമ്പോൾ മീൻ, മീഡിയൻ, മോഡ്, ഈ 3 ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഡാറ്റേനെ അനലൈസ് ചെയ്യാണ്, അതിൽ നിന്ന് കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരുകയാണ്. സോ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ടെക്നിക്കാണ് 4 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്: റിലേഷൻഷിപ്പ്, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജസ് ആൻഡ് ആവറേജ്. ഇനി നെക്സ്റ്റ് വൺ പറയണത് പ്രിക്വേഷൻസ് ഇൻ ഇന്റർപ്രിട്ടേഷൻ. അതായത് ഇന്റർപ്രിട്ടേഷൻസിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ ഫാക്ടർ അഡിക്വേറ്റ് ഡാറ്റ. അതായത് നമ്മുടെ റിസർച്ച് നല്ല രീതിയിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അവിടെ അഡിക്വേറ്റ് ഡാറ്റ അല്ലെങ്കിൽ പ്രോപ്പർ ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. ഡാറ്റ അൺബയസ്ഡ് ആയിരിക്കണം, ദെൻ മേ ബി ലാർജ് ആയിരിക്കാം. സോ ഇത്തരത്തിൽ പ്രോപ്പർ അല്ലെങ്കിൽ അഡിക്വേറ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കൃത്യമായിട്ട് ഒരു റിസർച്ചിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റൂ. ദെൻ സെക്കൻഡ് വൺ അക്യുറേറ്റ് ഡാറ്റ. അക്യുറേറ്റ് ഡാറ്റ അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് റിസർച്ചർക്ക് എപ്പോഴും ട്രൂ കൺക്ലൂഷൻസിലേക്ക് അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ദെൻ തേർഡ് വൺ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. അതായത് റിസർച്ചർ എപ്പോഴും നമ്മുടെ ഡാറ്റ ലാർജ് വോളിയം ഓഫ് ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ടാബുലേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർലി എന്ത് ചെയ്യണം? ടാബുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യണം. പ്രോപ്പറായിട്ട് ഒരു ഹെഡിന്റെ അണ്ടറിൽ ഈ വാരിയബിൾസ് ഒക്കെ വരും, അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ ഇതൊക്കെയാണ് സബ് കാറ്റഗറീസ് ആയി വരുന്നത്. ഇത്തരത്തിൽ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്ത് കൃത്യമായി ടാബുലേറ്റ് ചെയ്താൽ മാത്രമാണ് അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ഡാറ്റ അനലൈസ് ചെയ്ത് ഇന്റർപ്രിട്ടേഷൻസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഫോർത്ത് വൺ പറയണത് റിക്വയർമെന്റ് ഓഫ് ഹോമോജീനിയസ് ഡാറ്റ. അതായത് എപ്പോഴും ഡാറ്റ ഹോമോജീനിയസ് ആണ്, ഒരേ രീതിയിലുള്ളതാണെങ്കിലാണ് കൃത്യമായിട്ട് നമ്മളിപ്പോൾ സാമ്പിൾസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരു ഹോമോജിനിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ പോപ്പുലേഷൻ അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഹോമോജീനിയസ് ഡാറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോം ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുക എന്നുള്ളത് പോസിബിൾ ആണ്.
ദെൻ കൺസിസ്റ്റൻസി, ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡാറ്റ അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ദെൻ ദ ലാസ്റ്റ് വൺ, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അതായത് ഒരു റിസർച്ചർ എപ്പോഴും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള സാമ്പിൾ സൈസ് ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റൂ. നേരെ തിരിച്ച് അദ്ദേഹം ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യണു, ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള സാമ്പിൾ സൈസ് ചൂസ് ചെയ്യണു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഫാൾട്ടി കൺക്ലൂഷൻസിലേക്ക്, അതായത് ഫേക്ക് റിസൾട്ട്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിസർച്ചിനെ ലീഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രിക്വേഷൻസ് ആയിട്ട്, ഒരു റിസർച്ചിന്റെ പ്രിക്വേഷൻസ് ആയിട്ട് പറയണത്. സോ ഒന്നുകൂടി പറയാണ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാലിസിസിന് ശേഷമാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡാറ്റയ്ക്ക് കുറച്ച് മീനിങ്സ് അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിന് കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരുക, ഇൻഫറൻസസ് ഡ്രോൺ ചെയ്യുക. അതിനെയാണ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള പ്രോസസ്സിൽ പറയണത്. ദെൻ ഇന്റർപ്രിട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് റിലേഷൻഷിപ്പ്, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ് ആൻഡ് ആവറേജ്. ദെൻ ഒരു ഇന്റർപ്രിട്ടേഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എപ്പോഴും അവിടെ അഡിക്വേറ്റ് ഡാറ്റ വേണം, അക്യുറേറ്റ് ഡാറ്റ വേണം. ദെൻ നമ്മൾ ഡാറ്റയെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ടാബുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യണം. ദെൻ ഹോമോജീനിയസ് ഡാറ്റ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് യൂണിഫോം ആയിട്ടും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കൊടുക്കാൻ വേണ്ടി പറ്റൂ. ദെൻ ഡാറ്റ കൺസിസ്റ്റന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യണം, അഡിക്വേറ്റ് ആയിട്ടുള്ള സാമ്പിൾ സൈസും സെലക്ട് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഏരിയ വരുന്നത് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ഇൻ ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസിനെയാണ് പറയണത്. അതിൽ ഫസ്റ്റ് വൺ SPSS. SPSS stands for Statistical Package for the Social Sciences. Statistical Package for Social Science, അതാണ് SPSS എന്ന് പറയാം. അതായത് സോഷ്യൽ സയൻസ് റിസർച്ചുകളിൽ, അതായത് ഹ്യൂമൻ ബിഹേവിയർ റിസർച്ചുകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് SPSS എന്ന് പറയുന്നത്. അതായത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ, പാരാമെട്രിക് ആയിക്കോട്ടെ, നോൺ പാരാമെട്രിക് അനാലിസിസ് ആയിക്കോട്ടെ, അതെല്ലാം ഈ SPSS എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഈസിലി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അതുപോലെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നുണ്ട്, ഗ്രാഫിക്കലി അതിൻ്റെ റിസൾട്ട്സിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സോ അതാണ് SPSS പറയണത്. ദെൻ നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ആണ് SAS, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ നമ്മൾ എപ്പോഴും അഡ്വാൻസ്ഡ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർസ് ആയിക്കോട്ടെ, ഹ്യൂമൻ ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, അത്തരം റിസർച്ചിലെല്ലാം ഡാറ്റ അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഏറ്റവും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ SAS സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫുകൾ പ്രിപ്പയർ ചെയ്യാം, ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യാം, കോഡിംഗ്, നമ്മുടെ ഡാറ്റയുടെ കോഡിംഗ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ തേർഡ് വൺ ആണ് സ്റ്റാറ്റിസ്റ്റിക്ക എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു അനലറ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്, ഡാറ്റ അനാലിസിസിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റ വിഷ്വലൈസേഷൻ അവിടെ പോസിബിൾ ആണ്, ഡാറ്റ അനാലിസിസ് പോസിബിൾ ആണ്, ഡാറ്റ മാനേജ്മെന്റ് പോസിബിൾ ആണ്, അതുപോലെ തന്നെ ഡാറ്റ മൈനിങ് ടൂൾസ് അവൈലബിൾ ആണ്. ദെൻ ദ നെക്സ്റ്റ് വൺ വരുന്നതാണ് സ്റ്റാറ്റ്വ്യൂ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റ്വ്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്ലിക്കേഷൻ വിച്ച് ഹാവ് എ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസോട് കൂടിയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്ലിക്കേഷൻ ആണ് സ്റ്റാറ്റ്വ്യൂ എന്നുള്ളത്. അത് ആപ്പിൾ മാക്കിൻടോഷ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1985കളിലാണ് ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡാറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്റ്റാറ്റ്വ്യൂ. ഇനി ഫിഫ്ത്ത് വൺ വരുന്നത് സ്റ്റാറ്റ്പാക്ക്. സ്റ്റാറ്റ്പാക്ക് എന്ന് പറയുന്നത് ഒരു സർവേ സോഫ്റ്റ്വെയർ ആണ്. എക്സ്പേർട്സും റിസർച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സർവേ സോഫ്റ്റ്വെയർ ആണ് സ്റ്റാറ്റ്പാക്ക് എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യനെയേഴ്സിന്റെ ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഇന്റർവ്യൂ ഡാറ്റ മാനേജ്മെന്റിന്, വെബ് സർവീസിനൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആണ്.
ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ വൺ ഓഫ് ദി ലേറ്റസ്റ്റ് അപ്ലിക്കേഷൻ ആണ് സ്റ്റാറ്റ് പാക്ക് എന്നുള്ളത്. ഇത് എനി ടൈം എനിവർ ആക്സസബിൾ ആയിട്ടുള്ള ഒന്നാണ് സ്റ്റാറ്റ് പാക്ക് എന്നുള്ളത്. സോ ഒരു സർവേ സോഫ്റ്റ്വെയർ ആണ്. സർവേ സോഫ്റ്റ്വെയർ മീൻസ് ക്വസ്റ്റ്യനെയേഴ്സിന്റെ ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഇന്റർവ്യൂ ഡാറ്റ മാനേജ്മെന്റിന്, വെബ് സർവീസിനൊക്കെ ഇത് യൂസ് ചെയ്യാം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലെ ഒരു ലേറ്റസ്റ്റ് അപ്ലിക്കേഷൻ ആണ്. ദെൻ ദ ലാസ്റ്റ് വൺ വരുന്നത് പ്രെഡിക്റ്റീവ് അനലറ്റിക് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ PASW. ഈ ഒരു സോഫ്റ്റ്വെയർ പ്രെഡിക്റ്റീവ് അനലറ്റിക്കൽ സോഫ്റ്റ്വെയർ നമ്മൾ സർവേസിലൂടെയും അതേപോലെ ടെസ്റ്റുകളിലൂടെയും ഒബ്സർവേഷൻസിലൂടെയൊക്കെ ഗ്യാദർ ചെയ്തിട്ടുള്ള കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് PASW എന്നുള്ളത്. ഇതിന് ഒരുപാട് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും നമ്മുടെ ഡാറ്റയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ പോസിബിൾ ആണ്. യെസ്, അപ്പോൾ ഒന്നുകൂടി പറയാണ്, നമ്മുടെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ SPSS, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ ദി സോഷ്യൽ സയൻസസ്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന ഡിസിപ്ലിൻസുമായിട്ട് അല്ലെങ്കിൽ അത്തരം റിസർച്ച് ഫീൽഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ് SPSS എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ. പാരാമെട്രിക് ടെസ്റ്റ് ആയിക്കോട്ടെ, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഇവിടെ എവിടെയും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ ഡാറ്റ അനാലിസിസ് പോസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറഞ്ഞതാണ് SAS, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. ബിസിനസ് ഫീൽഡിലും ഹെൽത്ത് കെയർസിലും അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ റിസർച്ചിലൊക്കെ നമ്മൾ ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ദെൻ ഗ്രാഫ്സും ചാർട്ട്സും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡാറ്റ വിഷ്വലൈസേഷൻ, ഡാറ്റ അനാലിസിസ്, ഡാറ്റ മാനേജ്മെന്റ് അതിനെല്ലാം സഹായിക്കുന്ന ഒന്നാണ്. ദെൻ സ്റ്റാറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്ലിക്കേഷൻ ആണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസോട് കൂടിയിട്ടുള്ളത്. 1985 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ സ്റ്റാറ്റ് പാക്ക് എന്ന് പറയുന്നത് ഒരു സർവേ സോഫ്റ്റ്വെയർ ആണ്. ക്വസ്റ്റ്യനെയേഴ്സിന്റെ ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഇന്റർവ്യൂ ഡാറ്റ മാനേജ് ചെയ്യാൻ, വെബ് സർവീസിനെല്ലാം ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ PASW എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് അനലറ്റിക്കൽ സോഫ്റ്റ്വെയർ. സോ ഒരുപാട് വെറൈറ്റി ഓഫ് ഡാറ്റ അനാലിസിസ് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. സർവേസിനെയും ടെസ്റ്റിനെയും ഒബ്സർവേഷനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഗ്യാദർ ചെയ്യുന്ന ഡാറ്റയെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇത്തരത്തില് ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. കുറച്ച് സോഫ്റ്റ്വെയർസ് എന്താന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെട്ടത്. യെസ്, അപ്പൊ നമ്മുടെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ ആ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആയിരുന്നു. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്താന്ന് പറഞ്ഞു, ഇന്റർപ്രിട്ടേഷന്റെ ടെക്നിക്കുകൾ പറഞ്ഞു, ദെൻ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിനൊക്കെ ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്നു, ദെൻ ഏതൊക്കെ ഡിസിപ്ലിൻസിലാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഡാറ്റ അനാലിസിസ് എന്നുള്ള ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. താങ്ക് യു.